വനനിയമ ഭേദഗതി ബിൽ രാഷ്ട്രീയ നേട്ടമായി ഉയർത്തിക്കാട്ടാനൊരുങ്ങി കേരള കോൺഗ്രസ് എം. പാർട്ടി നേതൃത്വത്തിന്റെ നിരന്തരമായ ഇടപെടലാണ് സർക്കാർ തീരുമാനത്തിന് പിന്നിലെന്നാണ് കേരള കോൺഗ്രസിന്റെ അവകാശവാദം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലയോര മേഖലയിൽ വോട്ടുറപ്പിക്കാൻ ബിൽ സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. ജനവാസ മേഖലയിലെ അപകടകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുവാൻ അനുമതി നൽകുന്ന കരട് ബില്ലിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിരുന്നു. ഇക്കാര്യമുയർത്തി വോട്ടുറപ്പിക്കുവാനാണ് കേരള കോൺഗ്രസിന്റെ ലക്ഷ്യം. രാഷ്ട്രീയമായും ഭരണപരമായും കേരള കോൺഗ്രസ് വിഷയത്തിൽ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തി. ഇതാണ് മലയോര ജനതയ്ക്ക് അനുകൂലമായ തീരുമാനത്തിന് കാരണമെന്നും പാർട്ടി നേതൃത്വം അവകാശപ്പെടുന്നു. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കും. പട്ടയഭൂമി ഉപയോഗത്തിലെ നിയന്ത്രണങ്ങളിൽ മാറ്റം വരുത്തിയതും അനുകൂലമെന്നും നേതൃത്വം കരുതുന്നു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടലും ആവശ്യവുമാണ് വന്യമൃഗവും അല്ലെങ്കിൽ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു നിയമ ഭേദഗതി വേണം എന്ന് പറഞ്ഞത് ഇന്ന് ഇടത് സർക്കാർ നടപ്പിലാക്കി മുന്നോട്ട് പോയിരിക്കുന്നത്. മാണി വിഭാഗത്തിന്റെ അവകാശവാദം തെറ്റെന്നും രാഷ്ട്രീയമായി എതിർക്കുമെന്നും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് വനനിയമ ഭേദഗതി ബില്ലെന്നാണ് BJPയുടെ പ്രതികരണം. സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയെ ഭാരതീയ ജനതാ പാർട്ടി സംശയത്തോടുകൂടി തന്നെയാണ് കാണുന്നത്. കൃത്യം 2 മാസം മാത്രം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവശേഷിക്കുമ്പോൾ 8 മാസത്തിൽ താഴെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവശേഷിക്കുമ്പോഴാണോ പിണറായി വിജയന് മലയോര കാർഷിക മേഖലയോട് സ്നേഹം തോന്നുന്നത്? നിയമസഭ ബിൽ പാസാക്കിയാലും രാഷ്ട്രപതിയുടെ അംഗീകാരമടക്കം ഒട്ടേറെ നടപടിക്രമങ്ങൾ ബാക്കിയാണ്. എന്തായാലും വനനിയമ ഭേദഗതി ബിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്ന് ഉറപ്പാണ്. ജോസി ബാബു, മീഡിയ 1, കോട്ടയം.